ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ റിവിഷൻ സീരീസിലെ മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. നമ്മൾ വേൾഡ് ആ ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ മുൻപ് നടന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു എന്ന് കരുതി പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പഠിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിച്ചതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോൾഡ് വാർ എറ അല്ലെങ്കിൽ ശീത സമര കാലഘട്ടം എന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് ആദ്യം നമുക്ക് പ്രവേശിക്കാം. ഈ ചാപ്റ്ററിൽ വാട്ട് ഈസ് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്നാൽ എന്തുകൊണ്ട് ഒരു യുദ്ധം ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ ശീതയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശീതസമരം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഐഡിയോളജിക്കൽ വാർ ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു തർക്കം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. ഇറ്റ് ഹാസ് നോട്ട് റീച്ച്ഡ് ടു ദ ലിമിറ്റ് ഓഫ് എ റിയൽ വാർ. ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് ഇവരുടെ തർക്കങ്ങൾ പ്രവേശിച്ചില്ല. മറിച്ച് ഇതൊരു ഐഡിയോളജിക്കൽ വാർ അല്ലെങ്കിൽ ഒരു ആശയ സംഘടനം എന്ന പേരിൽ നമുക്ക് കണക്കാക്കാം. കാരണം ഈ രണ്ട് കൂട്ടരും ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയും യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭീഷണി ലോകത്ത് ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഒരു റിയൽ വാറിലേക്ക് രണ്ടു കൂട്ടരും കടന്നില്ല. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിനെ കോൾഡ് വാർ എന്ന പേരിൽ അല്ലെങ്കിൽ ശീത യുദ്ധം എന്ന പേരിൽ അല്ലെങ്കിൽ ശീത സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ്ട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനത്തിന് ശേഷം ഏതാണ്ട് 1991 വരെയുള്ള കാലഘട്ടങ്ങളെയാണ് ഈ കോൾഡ് വാർ പീരീഡ് എന്ന പേരിൽ പൊതുവെ അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഈ കോൾഡ് വാർ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ബെർണാഡ് ബറൂച്ച് എന്ന ഒരു അമേരിക്കൻ തത്വചിന്തകനാണ്. എന്നാൽ ആ ഒരു ആശയത്തിന് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്ന ആശയത്തിന് പ്രചാരം കൊടുത്തത് മറ്റൊരു വ്യക്തിയാണ്, വാൾട്ടർ ലിപ്മാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ കോൾഡ് വാർ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ആശയത്തിന് കൂടുതൽ പ്രചാരം കൊടുത്തത്. പിന്നീട് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം അടുത്ത സമീപകാലങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നുള്ള ചോദ്യം പല ആവർത്തി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യൂബ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു ദ്വീപ് ഐലൻഡ് കൺട്രി ആയിരുന്നു. അവിടെ 1959 കാലഘട്ടങ്ങളിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള റെവല്യൂഷണറീസ് ദേ ക്യാപ്ചേർഡ് പവർ under the leadership of Fidel Castro. The communists captured power under the leadership of Fidel Castro in Cuba, a small island nation. അപ്പോൾ ഈ ക്യൂബയിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടുകൂടി സോഷ്യലിസ്റ്റ് ചേരിയിലുള്ള സോവിയറ്റ് യൂണിയൻ അവിടെ അവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവിടെ അമേരിക്കയ്ക്ക് ലക്ഷ്യമാക്കിയിട്ട് നിരവധി മിസൈലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൂടുതൽ മിസൈലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സോവിയറ്റ് യൂണിയൻ്റെ കപ്പലുകൾ ക്യൂബയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അമേരിക്ക ആ വിഷയത്തിൽ ഇടപെടുകയും അമേരിക്ക അവരുടെ നേവിയെ അയക്കുകയും ആ കപ്പലുകളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭീതിയിലേക്ക് ലോകം ആണ്ടുപോയി. എന്നാൽ യഥാർത്ഥ യുദ്ധം അവിടെ ഉണ്ടായില്ല. ഇതിനെയാണ് സത്യത്തിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ ഭാഗം കൂടി ഒന്ന് വിശദമായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മിലിറ്ററി അലയൻസസ് അണ്ടർ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് മിലിറ്ററി അലയൻസസ് അണ്ടർ USSR. അതായത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യവും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യങ്ങളും. അത് പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ്, ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ 3 സൈനിക സഖ്യങ്ങളാണുള്ളത്. നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സൈനിക സഖ്യം,
ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NATO എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൈനിക സഖ്യമാണ് സിയാറ്റോ, SEATO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാനില ആണ്, ബാങ്കോക്കാണ്, മാനില അല്ല, ബാങ്കോക്കാണ് അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു സൈനിക സഖ്യം സെൻറ്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ്. അത് അങ്കാറയാണ് അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം എന്ന് പറയുന്നത്. എന്നാൽ USSRൻ്റെ നേതൃത്വത്തിൽ ഒരു സൈനിക സഖ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് എന്ന് പറയുന്നത് വാഴ്സ ഉടമ്പടി എന്നാണ്. വാഴ്സ പാക്റ്റ് എന്ന് പറയും. വാഴ്സ ഉടമ്പടി അല്ലെങ്കിൽ വാഴ്സ പാക്റ്റ് എന്ന് പറയുന്നത് മോസ്കോ ആണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിലവിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ 3 സൈനിക സഖ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു സൈനിക സഖ്യവുമാണ് നിലവിലുള്ളത്. പിന്നീട് ഈ 2 ശത്രു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളാണ്, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും അവർ നടത്തിയ ചർച്ചകളാണ് ഇനി പറയാനുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LTBT എന്ന് പറയും, ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്ന ചർച്ച അവർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി അല്ലെങ്കിൽ NPT, ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്ന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി എന്ന പേരിലുള്ള കരാറിലും ഈ രാഷ്ട്രങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഏർപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ചർച്ചകൾ, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അറിയപ്പെടുന്നത് സാൾട്ട് എന്ന പേരിലായിരുന്നു. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്ന പേരിൽ, സാൾട്ട് എന്ന പേരിലാണ്. അതോടൊപ്പം 1980 ശേഷം ഇവർ നടത്തിയ ചർച്ചകൾ അറിയപ്പെടുന്നത് സ്റ്റാർട്ട് എന്ന പേരിലാണ്. സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ടോക്സ് എന്ന പേരിലാണ്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് ഒന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ കുറച്ച് പേരുകളുണ്ട്, കുറച്ച് ആൾക്കാർ ഉണ്ട് അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ആണ്, മറ്റൊന്ന് ഈജിപ്തിൻ്റെ അബ്ദുൾ നാസർ ആണ്, മറ്റൊന്ന് യൂഗോസ്ലേവിയയുടെ മാർഷൽ ടിറ്റോ ആണ്. പിന്നീട് അവരെ പുറത്തുനിന്ന് സഹായിച്ചവരാണ് ഇന്തോനേഷ്യയിലെ സുക്കാർണോ എന്ന് പറയുന്ന ഭരണാധികാരിയും ഘാന എന്ന് പറയുന്ന രാജ്യത്തെ ക്വാമെ എൻക്രൂമ എന്ന് പറയുന്ന ഭരണാധികാരിയും. ഇനി ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് ബന്തൂങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1955 നടക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഫസ്റ്റ് ചേരിചേരാ സമ്മിറ്റ് അല്ലെങ്കിൽ ഉച്ചകോടി നടക്കുന്നത് 1961 ബെൽഗ്രേഡിൽ വെച്ചാണ്. ഈ ബെൽഗ്രേഡിൽ വെച്ചാണ് ഈ നാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ചേരിചേരാ പ്രസ്ഥാനം എന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ പോളിസീസ് ഓഫ് നാം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് അവരൊരു പുത്തൻ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമം ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം, ഈ സമകാലിക പ്രസക്തി എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കൂടി നിങ്ങളൊന്ന് വിശദമായ രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം അത് ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. റെലവൻസ് ഓഫ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം after the disintegration of Soviet Union, it is considered that only one power exists in the world. ഒരു ചേരി മാത്രമാണ് ലോകത്തുള്ളത്. അപ്പോൾ ഈ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നതിന് ഇപ്പോൾ വലിയ റെലവൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശയം ഇങ്ങനെ, ഒരു വിമർശനം ഇങ്ങനെ നിലവിലുണ്ട്. അവിടെയാണ് നമുക്ക് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ റെലവൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത്. റെലവൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം നാം ഹാസ് എ റെലവൻസ് ഈവൻ ടുഡേ. ഇന്നും നാം എന്ന് പറയുന്നതിന് റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ദ ഡീകൊളോണൈസ്ഡ് കൺട്രീസ് ഹാസ് എ പ്ലാറ്റ്ഫോം. ഈ കോളനിവൽക്കരിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഈ നാം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ പുവർ ആൻഡ് സ്മോൾ കൺട്രീസ്. ദരിദ്ര രാഷ്ട്രങ്ങൾക്കും
ചെറിയ രാഷ്ട്രങ്ങൾക്കും എല്ലാം ഉള്ള ഒരു വേദിയായിട്ട് ഈ നാം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നു. മാത്രമല്ല നാം ഈസ് ഹെൽപ്ഫുൾ ടു ക്രിയേറ്റ് ആൻ ആൾട്ടർനേറ്റീവ് വേൾഡ് ഓർഡർ. മറ്റൊരു ലോക ക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ നാമിന് കഴിയുന്നുണ്ട്. മാത്രമല്ല എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് നാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടി നാമിന് ഇപ്പോഴും വളരെ വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല the world is not free from tensions and conflicts. ഇപ്പോഴും even though the Cold War has ended, the world is not free from tensions and conflicts. ഈ ശീതസമരം അവസാനിച്ചുവെങ്കിലും ലോകത്ത് ആ ഒരു സംഘർഷ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യാനായിട്ട് നാമിന് പ്രസക്തിയുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല റേസിസം നിലവിലുണ്ട്, അതായത് വംശീയതയും വർഗീയതയൊക്കെ നിലവിലുണ്ട്. ഗ്ലോബൽ ടെററിസം, ആഗോള തീവ്രവാദം നിലവിലുണ്ട്. എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ആംസ് റേസ്, ആയുധ മത്സരങ്ങൾ നിലവിലുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം തന്നെ ഈ നാം എന്ന് പറയുന്നതിന് ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം ഹാസ് റെലവൻസ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോഴതാണ് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, അല്ലെങ്കിൽ ഇരുധ്രുവ ലോകത്തിൻ്റെ അന്ത്യം എന്നുള്ളതാണ്. ബൈപോളാരിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ 2 ബിഗ് പവേഴ്സ് കെയിം ടു ദ ഫോർ ഫ്രണ്ട് ഇൻ ദ വേൾഡ്. ലോകത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വൻ ശക്തികൾ ലോകത്ത് ഉദയം ചെയ്തു. വൺ വാസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ദ അതർ വൺ വാസ് USSR, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഒന്ന് അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനും എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഒരു കിടമത്സരമായിരുന്നു ഏതാണ്ട് 1991 വരെ നിലവിലിരുന്നത്. ഇൻ 1991 സോവിയറ്റ് യൂണിയൻ കൊളാപ്സ്ഡ്. 1991 ആയപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാഷ്ട്രം തകർച്ചയെ നേരിട്ടു. അങ്ങനെ ഈ പറയുന്ന ബൈപോളാർ വേൾഡ്, അല്ലെങ്കിൽ ഇരുധ്രുവ ലോകം അവസാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ബൈപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു ചോദ്യം ഇടയ്ക്ക് വന്നിട്ടുണ്ട്. എന്താണ് ഈ ബൈപോളാർ എന്ന് പറയുന്നത്? അതായത് ലോകത്ത് 2 തുല്യ ശക്തികൾ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ബൈപോളാർ വേൾഡ് എന്ന് പറയുന്നത്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് ബോത്ത് കൺട്രീസ് എമേർജ് ആസ് പവർഫുൾ ഇൻ ദ വേൾഡ്. അതിനെയാണ് ബൈപോളാർ വേൾഡ്, ഇരുധ്രുവം, 2 ധ്രുവങ്ങൾ ഉള്ള ലോകം എന്ന് പറയുന്നത്. ഇനി 1991 ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഒരു ധ്രുവമാണ്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ കൊളാപ്സോടുകൂടി അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ ധ്രുവം മാത്രം ലോകത്ത് നിലവിൽ വന്നു. ആ ഒരു ധ്രുവത്തിനെയാണ്, ആ ഒരു ലോകക്രമത്തിനെയാണ് ഏക ധ്രുവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിപോളാർ വേൾഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം, കാരണം ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ച് വന്നിട്ടുണ്ട്. പിന്നീട് ഈ ചാപ്റ്ററിൽ വരുന്നത് സോവിയറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ സോവിയറ്റ് വ്യവസ്ഥ എന്നുള്ള ഒരു ഭാഗമാണ്. അത് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ആ ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എസ്സേ ആണ് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, കോസസ് ഫോർ ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന്, അല്ലെങ്കിൽ ശിഥിലീകരണത്തിന്, അല്ലെങ്കിൽ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൻ്റെ ഹെഡിങ്ങുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എക്സ്പ്ലനേഷനുകൾ വളരെ കൂടുതലുണ്ട്, അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒന്ന് കാരണം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് റീസൺ ഈസ് പൊളിറ്റിക്കൽ കോസസ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാണ്. രണ്ടാമത്തെ കോസസ് എന്ന് പറയുന്നത് എക്കണോമിക് കോസസ് ആണ്, അല്ലെങ്കിൽ സാമ്പത്തിക കാരണങ്ങളാണ്. മൂന്നാമത്തെ കോസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് നാഷണാലിസം, അല്ലെങ്കിൽ ദേശീയതയുടെ വളർച്ച എന്ന് പറയുന്ന കാരണമാണ്. നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഗോർബച്ചേവ് ആൻഡ് ഡിസ്ഇൻറ്റഗ്രേഷൻ എന്നുള്ളതാണ്. അതായത് ഗോർബച്ചേവും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 4 കാരണങ്ങളാണ് ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനുകൾ വളരെ കൂടുതലായിട്ടുണ്ട്. അവയെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വച്ചിരിക്കുക. ഇനി ഗോർബച്ചേവ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ ഒന്നാമത്തേതാണ് ഗ്ലാസ് നോസ്റ്റ് എന്ന് പറയുന്നത്. റഷ്യൻ ഭാഷയിലുള്ള വാക്കുകളാണ്. ഗ്ലാസ് നോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺനെസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ തുറന്ന സമീപനം എന്നുള്ളതാണ്.
രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത്. പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്ട്രക്ചറിങ് എന്ന് പറയും, അല്ലെങ്കിൽ പുനർനിർമ്മാണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെന്ന് പറയുന്നത്. ഇത് അദ്ദേഹം സോവിയറ്റ് യൂണിയനെ പരിഷ്കരിക്കാനായിട്ട് അദ്ദേഹം ഈ രണ്ട് നയങ്ങൾ നടപ്പിലാക്കിയെങ്കിലും അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ ഒന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ് അതെന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോൺസിക്വൻസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, അതിൻ്റെ ഹെഡിങ്ങുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ഇറ്റ് കോസ്ഡ് ദ എൻഡ് ഓഫ് കോൾഡ് വാർ. ശീത സമരം അല്ലെങ്കിൽ ശീത യുദ്ധം എന്ന് പറയുന്നത് അവസാനിക്കുന്നു. അതടുത്തതാണ് ചേഞ്ചസ് ഇൻ പവർ റിലേഷൻസ്. മറ്റൊന്നാണ് അധികാര ശ്രേണികളിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ തകർച്ചയോടുകൂടി USA ബിക്കെയിം പവർഫുൾ. അതന്നെയാണ് അധികാരം എന്ന് പറയുന്നത് USAയുടെ കൈകളിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് അടുത്ത മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എമർജൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, നിരവധി പുതിയ ലോകരാഷ്ട്രങ്ങൾ ഉദയം ചെയ്തു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ മറ്റൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഷോക്ക് തെറാപ്പി ഇൻ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റെജീംസ് എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് അനന്തര രാഷ്ട്രങ്ങളിലെ ഷോക്ക് ചികിത്സ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുട്ടികൾ വളരെയധികം തെറ്റിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത്. ഷോക്ക് തെറാപ്പി എന്ന് പറയുമ്പോൾ നടുവേദനയ്ക്കുള്ള ചികിത്സയെന്നും മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയെന്നും ഒക്കെ എല്ലാവരും എഴുതി വയ്ക്കാറുണ്ട്. ആ രീതിയിലേക്ക് പോരുത്. എന്താണ് ഈ ഷോക്ക് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോക്ക് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റൂട്ട് ഔട്ട് സോവിയറ്റ് ഇക്കണോമിക് സിസ്റ്റം ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത്. അതായത് സോവിയറ്റ് സമ്പദ് വ്യവസ്ഥയെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കുക. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, അതിൻ്റെ കൂടെ എടുക്കുന്ന മാറ്റമെന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് വിച്ച് ടുക്ക് പ്ലേസ് ഇൻ റഷ്യ, സെൻട്രൽ ഏഷ്യ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ്. അപ്പോൾ ഇതൊരു പരിവർത്തന മാതൃകയാണ്. റഷ്യയിലും മധ്യ ഏഷ്യയിലും കിഴക്കൻ യൂറോപ്പിലുമൊക്കെ നടന്ന ഒരു പരിവർത്തന മാതൃകയാണ് ഈ പറയുന്ന ഷോക്ക് ചികിത്സ എന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ടു റൂട്ട് ഔട്ട് സോവിയറ്റ് ഇക്കണോമി ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. മാത്രമല്ല ടു പ്രൊമോട്ട് ഫ്രീ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വതന്ത്ര വ്യാപാരം, വിദേശ നിക്ഷേപമൊക്കെ പ്രോത്സാഹിപ്പിക്കുക, ഇതും ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. മാത്രമല്ല ടു അബ്സോർബ് ദ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ടു വെസ്റ്റേൺ എക്കണോമിക് സിസ്റ്റം, ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം സ്വാധീനിച്ചിട്ട് മറ്റ് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ അധീനതയിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന ഷോക്ക് തെറാപ്പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഏജൻസികളായിട്ട് കണക്കാക്കുന്നത് ലോക ബാങ്കും IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ആൻഡ് IMF, ഇവരാണ് ഈ പറയുന്ന ഷോക്ക് ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. വേൾഡ് ബാങ്ക്, ലോക ബാങ്കും IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയ നിധി എന്ന് പറയുന്നത്. ഇനി ഷോക്ക് ചികിത്സയുടെ പ്രത്യാഘാതമായിട്ട് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി അഡോപ്റ്റ് ചെയ്യപ്പെടുക. അതായിരുന്നു അടുത്ത ഇതിൻ്റെ ഒരു മാറ്റമായിട്ട് കണക്കാക്കുന്നത്. മാത്രമല്ല കോർപ്പറേറ്റ് ഓണർഷിപ്പ്, പ്രൈവറ്റ് ഓണർഷിപ്പിന് പകരം കോർപ്പറേറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ മുതലാളിത്ത ഒരു വ്യവസ്ഥിതി മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എബൌട്ട് 90% ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ റഷ്യ വെയർ സോൾഡ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഏതാണ്ട് 90% റഷ്യയിലുണ്ടായിരുന്ന 90%, സോവിയറ്റ് യൂണിയനിലും റഷ്യയിലുമൊക്കെ ഉണ്ടായിരുന്ന 90% വ്യവസായങ്ങളും സ്വകാര്യ വ്യക്തികൾക്കായിട്ട് വീതിച്ചു കൊടുക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വൻകിട വ്യവസായങ്ങളെല്ലാം തന്നെ ചുളുവിലയ്ക്ക് വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. വളരെ ആക്രി വില എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള വളരെ ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ, അവിടുത്തെ വലിയ വൻകിട ഫാക്ടറികൾ ഉൾപ്പെടെയുള്ളത്, വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ളത് വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഗാരേജ് സെയിൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഗാരേജ് വിൽപ്പന എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
മാത്രമല്ല ദ വാല്യൂ ഓഫ് റഷ്യൻ കറൻസി റൂബിൾ ഡിക്ലൈൻഡ്. റഷ്യയുടെ കറൻസി ആയിരുന്നു റൂബിൾ എന്ന് പറയുന്നത്, അതിൻ്റെ മൂല്യം ഇടിഞ്ഞു. കളക്റ്റീവ് ഫാമിംഗ് വാസ് ഡിസിൻറ്റഗ്രേറ്റഡ്. കൂട്ടുകൃഷി സമ്പ്രദായം ഇല്ലാതാക്കി. ഗവൺമെൻറ് വിത്ഡ്രോ ഫ്രം സർവീസ് സെക്ടർ. ഗവൺമെൻറ് സേവന മേഖലയിൽ നിന്ന് പിന്മാറി. സബ്സിഡീസ് വെയർ വിത്ഡ്രോൺ. എല്ലാ സബ്സിഡികളും പിൻവലിക്കപ്പെട്ടു. മാഫിയ ഗ്രൂപ്പ്സ് എമേർജ്ഡ്. നിരവധി പ്രദേശങ്ങളിൽ മാഫിയ സംഘങ്ങൾ ഈ അധികാരം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായി. പിന്നെ ഈ അടുത്ത സമയത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിൻവാങ്ങിപ്പോയ രാഷ്ട്രങ്ങളിലുമൊക്കെ ഉണ്ടായ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതിൽ റഷ്യയിലെ ചെച്ചൻ തീവ്രവാദികൾ, റഷ്യയിലും ഡാഗസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലും ചെച്ചൻ തീവ്രവാദികളൊക്കെ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല താജിക്കിസ്ഥാൻ, നഗോർണോ കരാബ പ്രവിശ്യ, ജോർജിയ, ഉക്രൈൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ പറയുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. ഈ ബോസ്നിയ പോലെയുള്ള പ്രദേശങ്ങളിൽ ബോസ്നിയ സെർബുകൾ അങ്ങനെയുള്ളവരും എല്ലാം തീവ്രവാദവും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും വിഘടനവാദങ്ങളും ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാപ്റ്ററിൽ നിന്ന് വരാനായിട്ട് മറ്റ് ചില ഭാഗങ്ങളെന്ന് പറയുന്നത്. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. അത് വളരെ വിശദമായ രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ പറയുന്നില്ല, ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൂടി ഒന്ന് വിശദമായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അമേരിക്കൻ മേധാവിത്വം ലോക രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നതാണ്. US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. അപ്പോൾ ഇതിൽ അമേരിക്ക എങ്ങനെയാണ് ഈ ലോകത്ത് സ്വാധീനം ഉറപ്പിച്ചത്? കുറേ യുദ്ധങ്ങളിലൂടെയും കുറേ തന്ത്രങ്ങളിലൂടെയും കുറേ പോരാട്ടങ്ങളിലൂടെയും പിടിച്ചടക്കലുകളിലൂടെയും കീഴ്പ്പെടുത്തലുകളിലൂടെയും ഒക്കെയാണ് അമേരിക്ക പല ഈ ലോകത്ത് കാണുന്ന ഒരു മേധാവിത്വം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള വിവിധ ചരിത്രങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻസോടുകൂടി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്ന ഒന്നാം ഗൾഫ് യുദ്ധം അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതിൻ്റെ ആ ചേരുംപടി ചേർക്കാനായിട്ട് ഈ ഭാഗങ്ങൾ ചോദിക്കാറുള്ളതാണ്. പിന്നീട് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നറിയപ്പെടുന്ന അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന തീവ്രവാദി വിഭാഗത്തിനെതിരെ സുഡാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ നടത്തിയ ആക്രമണങ്ങൾ. മാത്രമല്ല ഗ്ലോബൽ വാർ ഓൺ ടെറർ, ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള ആക്രമണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്നൊക്കെ അറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ അൽഖ്വയ്ദക്കെതിരെയും താലിബാനെതിരെയും അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണം. ഇതെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ചേരുംപടി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നീട് ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ അതിതീവ്രമായ രീതിയിൽ നാശനഷ്ടം വരുത്തുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇറാഖിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന് പറയുന്ന ആക്രമണം. ഇങ്ങനെയുള്ള പല ആക്രമണങ്ങളിലൂടെയുമാണ് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ന് കാണുന്ന വിധത്തിൽ ലോകത്തൊരു വലിയ മേധാവിത്വം 1991 ശേഷം സ്ഥാപിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കുന്നതാണ്. അതെല്ലാം തന്നെ ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നോട്ട്സിൽ അതെല്ലാം സെപ്പറേറ്റായ രീതിയിൽ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് US ഹെജിമണി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് US ഹെജിമണി, അല്ലെങ്കിൽ അമേരിക്കൻ മേധാവിത്വത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 ഹെഡിങ്ങുകളിലാണ് നമ്മളതിൻ്റെ കാര്യങ്ങൾ എഴുതാനായിട്ടുള്ളത്. ഒന്നാമത്തേത് ഹെജിമണി ആസ് ഹാർഡ് പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേധാവിത്വം മാരക ശക്തി എന്ന നിലയിൽ എന്നുള്ളതാണ് ആ ഹെഡിങ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് സൈനിക ശക്തിയാണ്. രണ്ടാമത് വരുന്നതാണ് ഹെജിമണി ആസ് സ്ട്രക്ചറൽ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേധാവിത്വം ഘടനാപരമായ ശക്തി എന്ന നിലയിൽ എന്ന ഹെഡിങ്. ഇതിൻ്റെ അകത്താണ് ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു മേധാവിത്വം വരുന്നത്, അല്ലെങ്കിൽ ഇക്കണോമിക് സുപ്പീരിയോറിറ്റി പ്രോമിനൻസ് വരുന്നത്. ഇനി മൂന്നാമത്തതും അവസാനത്തതുമാണ് ഹെജിമണി ആസ് സോഫ്റ്റ് പവർ, അല്ലെങ്കിൽ ആധിപത്യം
അല്ലെങ്കിൽ മേധാവിത്വം മൃദുല ശക്തി എന്ന നിലയിൽ എന്ന ഹെഡിങ് വരുന്നത്. അപ്പോൾ ഈ മൃദുല ശക്തി എന്ന നിലയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള ഒരു മേധാവിത്വമാണ്, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒരു മേധാവിത്വമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് മൂന്നും സെപ്പറേറ്റായ രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ പഠിച്ച് വയ്ക്കുക. കാരണം വളരെ പ്രാധാന്യത്തോടു കൂടി ഇവ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി ഇതിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മാത്രമല്ല ഹൗ ക്യാൻ ഹെജിമണി ബി ഓവർകം, ഹെജിമണി ഇല്ലെങ്കിൽ ഈ മേധാവിത്വത്തെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പോലെയുള്ളവയെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വരുന്നത്. അമേരിക്കയെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ടു ബിൽഡ് എ കൊയലിഷൻ എമംഗ് നേഷൻസ്, ഒരു കൊയലിഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ക്യാൻ കൗണ്ടർ ദ ഹെജിമണി ഓഫ് അമേരിക്ക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്. ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ മേധാവിത്വത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മേധാവിയുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. ടു എക്സ്ട്രാക്ട് ബെനിഫിറ്റ്സ് ഫ്രം ദ ഹെജിമൺ, അതാണ് ഒരു മാർഗമായിട്ട് പറയുന്നത്. അതായത് ഈ അമേരിക്കയിൽ നിന്ന് കൂട്ടുകൂടിയിട്ട് അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനെ ഒരു ബാൻഡ് വാഗൺ സ്ട്രാറ്റജി, ബാൻഡ് വാഗൺ തന്ത്രം എന്നാണ് അതിനെ പറയുന്നത്. ഇനി മറ്റൊരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൈഡ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന മേധാവിത്വ രാഷ്ട്രത്തിൻ്റെ കണ്ണിപ്പെടാതെ ഒളിച്ച് നിൽക്കുക, ഒരു രാഷ്ട്രം ഒഴിഞ്ഞു മാറി നിലനിന്ന് പോവുക എന്നുള്ളതാണ് അടുത്ത തന്ത്രമായിട്ട് കണക്കാക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പബ്ലിക് ഒപ്പീനിയൻ, മീഡിയ, ഇൻ്റലക്ച്വൽസ്, റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ്, ഇവരുടെ എല്ലാം ഒരു സഹകരണവും ഒരു കൂട്ടായ്മയും ഉണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്കെതിരെ ഇല്ലെങ്കിൽ മേധാവിക്കെതിരെ നീങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു തന്ത്രമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിന്നും കൂടുതലായി ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തത് അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ളതാണ്. ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ, അതായത് അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തക്ക വിധത്തിൽ വളർന്നു വന്നിട്ടുള്ള മറ്റു ചില പ്രസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും, അവയെപ്പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് യൂറോപ്യൻ യൂണിയൻ എന്നുള്ള പ്രസ്ഥാനത്തെ പറ്റിയാണ്. അമേരിക്കയെ പോലും കൗണ്ടർ ചെയ്യുന്ന വിധത്തിൽ യൂറോപ്യൻ യൂണിയൻ വളർന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് ഈ സമയത്ത് ഒരു വ്യാപാര കരാറിൽ വരെ ഒപ്പിട്ടിരിക്കുന്നു. അതെല്ലാം തന്നെ അമേരിക്കയെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ആ കരാർ വന്നതോടുകൂടി തന്നെ അമേരിക്ക ഇന്ത്യയുമായിട്ട് വലിയ ചർച്ചകളിൽ ഏർപ്പെടുകയും അമേരിക്കയും ഇന്ത്യയുമായിട്ട് തന്നെ വീണ്ടും ഒരു വ്യാപാര കരാർ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ വലിയ ശക്തമായ ഒരു എതിരാളിയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് യൂറോപ്യൻ യൂണിയനെ പറ്റി പരാമർശിക്കുമ്പോൾ 3 steps ഇൻ ദ ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്ന 3 സ്തംഭങ്ങൾ, അതിനെപ്പറ്റി അല്ലെങ്കിൽ 3 ചുവടുവയ്പ്പുകളെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോഓപ്പറേഷൻ, അതായത് സാമ്പത്തിക സഹകരണത്തിനായിട്ടുള്ള യൂറോപ്യൻ സംഘടന എന്നുള്ളതാണ്. അതാണ് OEEC എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. രണ്ടാമത്തേതാണ് കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്, യൂറോപ്യൻ സാമ്പത്തിക സമൂഹം അഥവാ പൊതു കമ്പോളം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് യൂറോപ്യൻ യൂണിയൻ്റെ 3 steps ഇൻ ദ ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. പിന്നീട് അതിലേറ്റവും ഇമ്പോർട്ടൻസോടുകൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ മേധാവിത്വത്തിനുള്ള കാരണം അല്ലെങ്കിൽ സമകാലിക പ്രസക്തി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ
ഇതിലേക്ക് തന്നെ എത്തിച്ചേരുക. അതായത് അതിൻ്റെ പോയിൻറ്റ്സ് കുറച്ചൊന്ന് പറയാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ്. മാത്രമല്ല ഇറ്റ് ഈസ് എ പവർഫുൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ശക്തി കൂടിയാണ്. മാത്രമല്ല ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നയതന്ത്ര സ്വാധീനം വളരെയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫ്ലാഗ്, ആന്തം, കറൻസി എക്സെട്ര. അതിന് സ്വന്തമായിട്ട് പതാകയുണ്ട്, പിന്നീട് ഗാനമുണ്ട്, അതോടൊപ്പം തന്നെ കറൻസി ഉണ്ട്. നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ്റെ കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. യൂറോ പോസസ് എ ത്രെറ്റ് ടു ദ ഡോമിനൻസ് ഓഫ് US ഡോളറിന് പോലും പിന്നീട് അമേരിക്കയുടെ ഡോളറിനെ പോലും കൗണ്ടർ ചെയ്യുന്ന വിധത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കറൻസിയായിട്ട് യൂറോ എന്ന് പറയുന്ന കറൻസി മാറിയിട്ടുണ്ട്. മാത്രമല്ല ദേ ആർ ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് കമ്മോഡിറ്റീസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉൽപ്പന്ന വിതരണക്കാരനാണ് അല്ലെങ്കിൽ കയറ്റുമതിക്കാരനാണ് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ മെയിൻറ്റെയിൻസ് എ വെൽ എക്വിപ്ഡ് മിലിറ്ററി ഫോഴ്സ്. വലിയൊരു സൈന്യത്തിൻ്റെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. മാത്രമല്ല സ്പേസ് ടെക്നോളജി ആയാലും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയാലും മറ്റ് റിസർച്ച് മേഖലയിലായാൽ തന്നെയും യൂറോപ്യൻ യൂണിയൻ ഫാർ മറ്റ് രാഷ്ട്രങ്ങളെക്കാൾ മുമ്പിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രസ്ഥാനമാണ് ആസിയാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ബർമ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ ചേർന്ന് രൂപം കൊടുത്തതാണ് ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് യൂറോപ്യൻ യൂണിയൻ്റെ പില്ലേഴ്സ് ഓഫ് ആസിയാൻ എന്ന് പറയും, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ 3 സ്തംഭങ്ങൾ എന്ന് പറയുന്നത് അതിൽ ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആസിയാൻ സുരക്ഷാ സമൂഹം, മറ്റൊന്ന് ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സാമ്പത്തിക സമൂഹം, മൂന്നാമത്തത് ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആസിയാൻ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഒരു രാഷ്ട്രം. ഇപ്പോൾ നമ്മൾ 2 സംഘടനകളെയാണ് പറഞ്ഞത്, പ്രസ്ഥാനങ്ങളെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രത്തെ പറ്റിയാണ്. അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ തക്ക വിധത്തിൽ ലോകത്തുനിന്ന് ശക്തിയാർജിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രമാണ് ചൈന എന്ന് പറയുന്നത്. ദ റൈസ് ഓഫ് ചൈനീസ് ഇക്കോണമി, ചൈനയുടെ ഇക്കോണമി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ചൈനയിൽ ആധുനിക ചൈനയ്ക്ക് അടിത്തറയിട്ട നേതാക്കന്മാരാരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം തീരുമാനങ്ങളാണ് ചൈനയിൽ ആധുനിക ഡെവലപ്മെൻറ്റിന് കാരണമായത് എന്നുള്ളതാണ്. അപ്പോൾ 1973 ചൈനീസ് പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ചൗ എൻ ലായ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹി സജസ്റ്റഡ് 4 മോഡേണൈസേഷൻസ്, 4 ആധുനികവൽക്കരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ഷൗ എൻ ലായ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആരാണ് ചൈനയിൽ 4 ആധുനികവൽക്കരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൗ എൻ ലായ് ആണ്. അഗ്രികൾച്ചർ ഏതൊക്കെ മേഖലകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, കൃഷി, ഇൻഡസ്ട്രി, വ്യവസായം, സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക മേഖല, മിലിറ്ററി, സൈനിക മേഖല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മറ്റൊന്നാണ് 1978 ചൈന ആരംഭിച്ച ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡെങ് സിയാവോപിങ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു ഭാഗമാണ് ഇന്ത്യ ചൈന റിലേഷൻസ് എന്ന് പറയുന്നത്, ഇന്ത്യ ചൈന ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ വളരെ വിശദമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യ ചൈന ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തതാണ് സമകാലിക ദക്ഷിണേഷ്യ എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ കണ്ടംപററി സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ. അതിൽ ഇന്ത്യയുടെ അയൽ രാഷ്ട്രങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളെ പറ്റിയും നമ്മൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യണം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പാകിസ്ഥാനിലെ മിലിറ്ററി റൂളേഴ്സിൻ്റെ പേരുകൾ, അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ജനറൽ അയൂബ് ഖാൻ, ജനറൽ യാഹിയ ഖാൻ, പിന്നീട് സിയാഉൽ ഹക്ക്, അതോടൊപ്പം തന്നെ പർവേസ് മുഷറഫ് തുടങ്ങിയ പാകിസ്ഥാനിലുണ്ടായിരുന്ന മിലിറ്ററി ലീഡേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി PPP എന്ന് പറയുന്ന
രാഷ്ട്രീയ പാർട്ടി അത് ഏത് രാഷ്ട്രത്തിലെയാണ് എന്ന് ചോദിക്കാറുണ്ട്. മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രത്തിലേതാണെന്ന് ചോദിക്കാറുണ്ട്. പാകിസ്ഥാനിലേതാണ്. അതോടൊപ്പം തന്നെ തെഹ്രീക്ക് ഈ ഇൻസാഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് രാജ്യത്തേതാണെന്ന് ചോദിക്കാറുണ്ട്. അത് പാകിസ്ഥാനിലെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് പാകിസ്ഥാൻ ഇൻ ബിൽഡിംഗ് ഡെമോക്രസി. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിൽ വളരെ പിന്നോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം കൂടുതലായിട്ട് ചോദിച്ചാൽ കണ്ടിട്ടില്ല, എങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല അടുത്ത രാഷ്ട്രമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം. ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്, രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്നിരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ നേതാവായിരുന്ന ഷേഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ച് വന്നിരിക്കുന്നു, ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ സമകാലിക വിഷയങ്ങൾ കത്തി നിൽക്കുന്നതുകൊണ്ട് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ചോദ്യങ്ങളൊന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്നുമായിട്ടൊക്കെയാണ് ബംഗ്ലാദേശിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ. അടുത്തതാണ് നേപ്പാൾ എന്ന് പറയുന്ന രാഷ്ട്രം. അതിനു മുമ്പ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അവാമി ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട് ബംഗ്ലാദേശിൽ. അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുണ്ട് ബംഗ്ലാദേശിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീടാണ് നേപ്പാൾ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കേണ്ടുന്നത്. നേപ്പാളിലെ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഏത് രാഷ്ട്രത്തിലുള്ളതാണ് എന്ന് ഒരു ചോദ്യം വരാവുന്നതാണ്. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നേപ്പാളിലാണ്. അതോടൊപ്പം തന്നെ 7 പാർട്ടി അലയൻസ്, സപ്ത കക്ഷി മുന്നണി ഏത് രാജ്യത്തിലെയാണ്? അത് നേപ്പാളിലെയാണ്. ആ ചോദ്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീടാണ് ശ്രീലങ്ക വരുന്നത്. ശ്രീലങ്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് ഇന്ത്യയുടെ കൂടി സഹായം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാഷ്ട്രം. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി അതും നമ്മൾ മനസ്സിലാക്കി വെച്ചേണ്ടുന്നത് ആവശ്യമാണ്. ശ്രീലങ്കയിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർക്കുകയും ശ്രീലങ്കയിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് മാറുകയും അവസാനം ശ്രീലങ്കയിൽ തീവ്രവാദ പ്രസ്ഥാനം രൂപീകരിച്ച് സ്വന്തം അവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വരികയും ചെയ്ത ഒരു വിഭാഗമുണ്ട്, നമ്മുടെ ശ്രീലങ്കൻ തമിഴ് വംശജർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. അവർ നേതൃത്വം നൽകിയ തീവ്രവാദി പ്രസ്ഥാനമായിരുന്നു LTTE എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന് പറയുന്ന പ്രസ്ഥാനം. തമിഴ് പുലികൾ എന്നൊക്കെ പറയും. ഈ തമിഴ് പുലികളുടെ നേതാവ് എന്ന് പറയുന്ന വ്യക്തി വേലുപ്പിള്ള പ്രഭാകരൻ എന്നൊക്കെയുള്ള വ്യക്തിയായിരുന്നു. ഈ LTTE എന്ന് ശക്തമായ രീതിയിൽ അവർ അടിച്ചമർത്തി, എങ്കിലും അതൊരു ഫുൾ ഫോം എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നതാണ്. LTTE എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ LTTE ആണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദി സംഘടന എന്ന് പറയുന്നത്. അത് മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ വിശദമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് മാലദ്വീപ്സ് എന്ന് പറയുന്ന രാഷ്ട്രം, ഭൂട്ടാൻ എന്ന് പറയുന്ന രാഷ്ട്രം, അതേപോലെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വിശദമായ രീതിയിൽ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് അതിൽ സാർക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസി, ഒരു സഹകരണ പ്രസ്ഥാനത്തിനെ പറ്റി ചോദ്യം ഒരുപാട് ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും വരാവുന്നതാണ്. സാർക്ക് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അംഗങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയവരൊക്കെ ഇതിൻ്റെ അകത്ത് അംഗങ്ങളാണ്. അതിൻ്റെ